ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAEയിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल हैं। हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं और LPG प्रोडक्शन भी इंक्रीज किया जा चुका है। हमारे किसी भी रिटेल आउटलेट पर और LPG डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है। सब जगह पर नॉर्मल ऑपरेशन चल रहे हैं. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മണി മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 4,17,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ 1 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീഫ് വോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം.
കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.